നിങ്ങളൊന്ന് കാണാമെന്ന് വെച്ചത് കേരളത്തിലെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോർട്സ് എക്കോണമി വളർത്തുന്നതിന് വലിയ തോതിലുള്ള പ്രചരണങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി ഒരു കായിക ഉച്ചകോടി 6 മാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിക്കുകയും വളരെ വിജയകരമായി അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഏകദേശം 5000-ലധികം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരികയാണ്. അതിൽ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജൻറ്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും 2025 ഇന്ത്യയിൽ അർജൻറ്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്നുദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീന മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തേണ്ടത്. അവർ അടുത്ത 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും. നമ്മളിത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും. സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, അർജൻറ്റീന ടീമുമായി കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ പറയാൻ കഴിയും. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളൊക്കെ എഴുതിയിരുന്നല്ലോ. ഇപ്പോൾ ഇത്തരത്തിൽ ഇത് പറയാൻ കാരണം കൃത്യമായി തന്നെ അവർ ഫിഫ വിൻഡോ പ്രകാരം വരുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട്.
ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ കാണാനുള്ളത്, നമ്മളല്ല ഇത് സർക്കാരുമായി സംയുക്തമായി അർജൻറ്റീന ടീമുമായിട്ടാണ് നമ്മളിതിന് പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ്. അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കട്ടെ, അവർ പ്രഖ്യാപിക്കും. അതെ, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ അസോസിയേഷൻ്റെ ആളുകൾ എത്തും. നമുക്ക് കേരളത്തിലല്ലേ, കേരളത്തിലാകുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എവിടെയെന്നുള്ളത്. അതൊക്കെ നമുക്ക് പറയാം, പരിശോധന നടക്കട്ടെ. കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയുണ്ട്, കൊച്ചി താരതമ്യേന നല്ലതാണ്. പിന്നെ കോഴിക്കോടൊക്കെ തന്നെ ഈ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ലീഗ് നടന്നപ്പോൾ തന്നെ അവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു 50,000-ലധികം ആളെയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലല്ലേ ഇവർക്ക് കൂടി അതിനൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് ടീമിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഒഫീഷ്യൽസ് വരട്ടെ, അവർ വന്നതിന് ശേഷം നമുക്ക് വെന്യൂ പ്രഖ്യാപിക്കാം. അല്ല, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണല്ലോ. ഇവിടെ വേൾഡ് നമ്പർ 1 ടീം വരട്ടെ ആദ്യം, അവർ എൻഗേജ് ചെയ്തുവരെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വഴി അറിയിക്കാം. നമുക്ക് ഒറ്റ ദിവസം കൊണ്ടെല്ലാം പറയണ്ടല്ലോ സമയം. അതെ 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 അതെ, ആ ഒരു ഡേറ്റ് ആവുമല്ലോ. ഫിഫ വിൻഡോ അങ്ങനെ തന്നെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത വർഷം. അത് 2025 അത് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് അർജൻറ്റീനൻ ഫുട്ബോൾ ഫെഡറേഷനുമാണ് ഔദ്യോഗികമായി കേരളത്തിൽ വന്ന് അറിയിക്കേണ്ടത്. അവരവിടെ നിന്നല്ല പറയുന്നത്. അവർ വരും, അവർ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തും, ഒരു 1.5 മാസത്തിനുള്ളിൽ. എല്ലാവരും, മെസ്സി അടക്കമുള്ള ആളുകളാണ് അവർ. നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആ, അത് തന്നെയാണല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഔദ്യോഗിക സ്പോൺസർമാരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണിത്. അവർക്ക് നമ്മൾ കത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട രാജു അപ്സരയും ബന്ധപ്പെട്ട ജസ്റ്റിൻ പാലത്തറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ നമ്മൾ പാലത്തറയാണ് ആദ്യം നമ്മൾ സമീപിച്ച. അവർ രാജു അപ്സരയുമായി സംസാരിച്ചു. അപ്പോൾ വ്യാപാര സമൂഹം ഇതിന് മുൻകൈ എടുക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. മഞ്ചേരി സ്റ്റേഡിയം നോക്കിയപ്പോൾ അതിൽ 20,000-ലധികം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. കാരണം ധാരാളം ആളുകൾ ഉൾക്കൊള്ളണ്ടേ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2 മത്സരങ്ങളാണ് 2 മത്സരങ്ങൾ. അല്ലാതെ നോക്കാന്നേ, അത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാം. അവർ വരട്ടെ. അല്ല, ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. അല്ല, അത് നമ്മൾ ആ കാര്യങ്ങളിൽ കടക്കാൻ മതി. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീമിൻ്റെ 4/1 ഫാൻസ് ഉള്ളത്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ, അർജൻറ്റീനൻ ടീമിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അവർക്കിവിടെ വരാൻ താല്പര്യം കൂടുമല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പണത്തിലപ്പുറം അതാണ്. അവരൊരു ഫാൻ ബേസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അതുകൂടിയാണ് അവർ നോക്കുന്ന ഒരു കാര്യം. അല്ല, അത് നമ്മൾ തീരുമാനിക്കാം. അല്ല, അത് നോക്കൂ, അതൊക്കെ നമ്മൾ ആലോചിക്കാതിരിക്കുമോ? അതെല്ലാം ആലോചിക്കുന്നുണ്ട്. അത് നമുക്കത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ പിന്നീട് അറിയിക്കാം. നമ്മൾ ആദ്യം ഈ ഒരു കാര്യം വേൾഡ് നമ്പർ 1 ആദ്യം എൻഗേജ് ചെയ്യുക, അതിന് ശേഷമല്ല മറ്റുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഉണ്ടാവും. അല്ല, അവർ വരുമ്പോൾ തന്നെ അത് പ്രഖ്യാപിക്കുമല്ലോ. അവർ പ്രഖ്യാപിക്കാനാണ് വരുന്നത്. യെസ്, ഇല്ലില്ല. നമുക്ക് ഈ ഒരു കാര്യത്തിൽ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്.
ഫോറിൻ അഫയേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ ക്യൂബൻ ടീം വന്നിരുന്നു, യൂറോപ്യൻ ടീമുകളൊക്കെ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതിലൊന്നും മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ആ സമയത്ത് അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതവർ ചെയ്യും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. തീർച്ചയായിട്ടും ആ സമയത്ത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായൊക്കെ തന്നെ നമ്മൾ ചർച്ച നടത്തുമല്ലോ. ആദ്യം ഒരു നിലം ഒരുങ്ങണ്ട, ആദ്യം അത് ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ആര് നോക്കൂ, ടീമിൻ്റെ സ്പെയിനിൽ ഹെഡ് ക്വാർട്ടറിൽ നമ്മൾ പോയത്. അവിടെ മറ്റാരും ഉണ്ടാവില്ലോ, അർജൻറ്റീനിൻ്റെ ആളുകളിൽ ഉണ്ടാവുള്ളൂ. അല്ല അർജൻറ്റീൻ ടീമിനായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം അതിന് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട്, അവരുമായി സംസാരിച്ചു. ഓക്കെ, ശരി. ഇത് നമ്മുടെ രാജു അഫ്സറുണ്ട്, ആൻഡ് പിന്നെ പലതരുണ്ട്. ഇതൊന്നും പറയണ്ട, വെറുതെ പറഞ്ഞാൽ. നമ്മുടെ കേരള സർക്കാർ വ്യാപാര സമൂഹത്തെ എങ്ങനെ സഹായിക്കാം എന്നതിൻ്റെ കൂടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അർജൻറ്റീനയുടെ ഈ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ കേരളത്തിലേക്കുള്ള വരവും ഈ കളിയും. കാരണം ഞങ്ങൾ 14 ലക്ഷത്തോളം ചെറുകിട വ്യാപാരമാണ് കേരളത്തിലുള്ളത്. ഇന്ന് കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ 14 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മളിവർക്ക് പോയിൻറ്റ്സ്, നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പോയിൻറ്റ്സുകൾ കൊടുക്കുകയും ആ പോയിൻറ്റ്സുകൾ മുഖാന്തരം ഇവർക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ഞങ്ങളിതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് 1 രൂപ പോലും ചിലവാകാതെ അവർക്ക് ടിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും. അതിലൂടെ വ്യാപാര രംഗത്ത് വലിയൊരു ഉണർവുണ്ടാകുകയും, നമുക്കറിയാം ഇപ്പം ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ്സിലൂടെ സർക്കാരിലേക്ക് ലഭിക്കേണ്ട GST ലഭിക്കുന്നില്ല. വളരെയധികം വെട്ടിപ്പാണ് ആ മേഖലയിൽ നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഓപ്പൺ വ്യാപാരത്തിലൂടെ നമുക്ക് സിസ്റ്റമാറ്റിക് ആകുന്നതോടുകൂടി സ്വാഭാവികമായും വ്യാപാരത്തിലുണ്ടാകുന്ന ഈ സർക്കാരിലേക്ക് വരുന്ന GSTയുടെ കുറവ് നികത്തുവാൻ, അതോടൊപ്പം തന്നെ വ്യാപാര മേഖല ഉണർവുണ്ടാകി എല്ലാ മേഖലയിലും ഉണർവുണ്ടാകാനും സാധിക്കും. നമുക്കറിയാം 1 ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ അടുത്ത കാലത്ത് പൂട്ടിപ്പോയിരിക്കുന്നത്. 5 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് മാറ്റം വരണം. കേരളത്തിലെ വ്യാപാരി സമൂഹത്തിനും അവിടുത്തെ തൊഴിലാളികൾക്കും ഗുണപ്രദമാകുകയും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഗുണമുണ്ടാകുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിലേക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തത്. ഒലോപ്പോ ആപ്പ് മുഖാന്തരമാണ് നമ്മൾ ഈ സംവിധാനം വ്യാപാരികൾക്ക് വരുന്ന കസ്റ്റമേഴ്സിന് പോയിന്റുകൾ കൊടുക്കുന്നത്. ആ കിട്ടുന്ന പോയിന്റുകൾ കൊണ്ട് അവർക്ക് ആവശ്യമായ ടിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും. അതിലൂടെ ഈ ഫുട്ബോൾ പ്രേമികളായ അല്ലെങ്കിൽ നാടിനെ സ്നേഹിക്കുന്നവരായ സ്പോർട്സിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ സ്വാഭാവികമായും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കൂടെ കാരണമാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഈ സാധാരണ അർജന്റീന ടീം ഏത് നാഷണൽ ടീമും ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ സംഘാടകരായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യും. ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ അർജന്റീന അസോസിയേഷൻ അവർ വരട്ടെ, അവർ അതിനാണല്ലോ വരുന്നത്. അവർ വരുന്നത് അതിനാണല്ലോ. അതിനു മുമ്പായിട്ട് ഇവിടുത്തെ പശ്ചാത്തല സൗകര്യം അടക്കം അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞതാണ്. അല്ല, അതൊക്കെ കഴിഞ്ഞതാണ്. നോക്കൂ, ഇത് വെന്യൂ നോക്കൂ, ഇതൊരു ഫുട്ബോൾ മേള നടക്കുമ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം എന്നുള്ള വെന്യൂ അടക്കമുള്ള കാര്യങ്ങൾ ആ ടീമുകൾ പ്രഖ്യാപിക്കുക എന്നുള്ള അതിൻ്റെ രീതി. അതിൽ മറികടന്നിപ്പം ഞാനൊരു അഭിപ്രായം പറയുന്നു. അല്ല നോക്കൂ, ഇവിടെ നോക്കൂ, അതല്ല, അത് നിങ്ങൾ ഉറപ്പിക്കണ്ടല്ലോ, നമ്മൾ ഉറപ്പിച്ചിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. അല്ല അതന്നെ, അതുകൊണ്ടാണ് വിളിച്ചത്. നമ്മളിത് ഉറപ്പിച്ചിട്ടല്ലേ നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോകണോ? അത് വേണ്ട. ശരി, അതാണ് പറഞ്ഞത്. ഇതിൻ്റെ ഔദ്യോഗികമായ വെന്യൂ പ്രഖ്യാപിക്കുന്നതും ഒക്കെ തന്നെ നാഷണൽ ടീം വന്നിട്ടാണ്. അതാണ് അതിൻ്റെ രീതി. ലോകത്തൊക്കെ നടക്കുന്ന ഒരു രീതിയാണ്. അതിന് മറികടന്നിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതല്ല, അതൊക്കെ തന്നെ ആദ്യവട്ടം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ലാതെ ഇപ്പോൾ ടീം എവിടെ കളിക്കുന്നൊന്നും നമുക്ക് കേരളത്തിൽ കളിക്കാൻ സ്ഥലമുണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതിന് ശേഷമല്ലേ ഒരു ടീമിനെ ക്ഷണിച്ചിട്ടുള്ളതും അവർ സമ്മതം അറിയിച്ചിട്ടുള്ളൂ.
അത്രേ ഉള്ളത്. അല്ല, അത് പിന്നെ പറയാം, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനിയുള്ള ബാക്കി പ്രഖ്യാപനങ്ങൾ നാഷണൽ ടീം യെസ് 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 ശരി എന്നാ.